സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ടൂംബ രൂപതയിലെ സെൻറ്റ് സ്റ്റീഫൻ ചർച്ച് പിറ്റ്സ്ബർത്തിലാണ്. പിറ്റ്സ്ബർത്ത് സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ വികാരി ബഹുമാനപ്പെട്ട തോമസ് അരീക്കുഴി അച്ഛൻ MCBS നമ്മോട് കൂടെയുണ്ട്. ഏകദേശം 31 വർഷമായിട്ട് അച്ഛൻ ഓസ്ട്രേലിയയിൽ ഈ പ്രദേശത്ത് പള്ളികളിൽ ഏകദേശം 7 പള്ളികളോളം വികാരിയായിരിക്കുന്ന ഒരേ സമയം നോക്കുന്ന ഒരച്ഛനാണ്. അച്ഛൻ്റെ വലിയ സേവനമാണ് ഇവിടെ ഈ പ്രദേശക്കാർക്ക് പ്രത്യേകമായി ലഭിക്കുന്നത്. അച്ഛൻ എന്ന് വന്നു എന്നും എത്ര വർഷമായി ഇവിടെ എന്നും ഇവിടുത്തെ ഈ ഇടവകകളെക്കുറിച്ചുള്ള ഒരു വിവരണം തോമസ് അച്ഛൻ ഇപ്പോൾ നമുക്ക് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട പൊതുവാച്ചൻ പറഞ്ഞ പോലെ എൻ്റെ പേര് തോമസ് അരീക്കുഴി MCBS. ഞാൻ ഈ പാരിഷ് വന്നിട്ട് 15 വർഷം തികയാണ്. ഇത് സെൻറ്റ് സ്റ്റീഫൻ കാത്തലിക് ചർച്ച് പിറ്റ്സ്ബർത്ത്. അതുപോലെ തന്നെ എനിക്ക് 3 ഇടവപ്പള്ളികളുണ്ട്. അതിൽ ഒന്ന് ഇത്, മറ്റൊന്ന് സെൻറ്റ് മോനിക്കാസ് ചർച്ച് ഓക്കി, മറ്റേത് സെൻറ്റ് ഫ്രാൻസിസ് ദേ സൈഡ്സ് മിൽമേറൻ, ദെൻ സെൻറ്റ് മേരീസ് സിറോ മലബാർ കാത്തലിക് ചർച്ച് ടൂംബ. ഇത്രയും പാരിഷുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പള്ളിക്ക് ഉള്ളിൽ എനിക്ക് 7 പള്ളികളുകൂടിയുണ്ട്. ഇതൊരു ഐറിഷ് മൈഗ്രേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള പള്ളിയാണ്. വളരെ സജീവമായിട്ടൊരു ഇടവയാണ്. ഈ ഇടവയിൽ 15 വർഷം ഞാൻ യാതൊരു പോറില്ലാതെ നിൽക്കുകയാണ്, കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുകയാണ്. ആളുകളൊക്കെ വളരെ നല്ല, എന്നെക്കാളും നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വളരെ ചരിത്രപരമായിട്ട് വളരെ ഒത്തിരി പ്രസക്തിയുള്ളൊരു പള്ളിയാണ്. 117 വർഷം മുമ്പ് ഐറിഷ് ജനത ഇവിടെ കുടിയേറുകയും ഇവിടെ അവരുടെ പശ്ചാത്തലത്തിൽ 2 പള്ളി സ്ഥാപിച്ചു. ഒന്ന് ഇത് സ്ഥാപിച്ചു, ഒന്ന് ആംഗ്ലിക്കൻ ചർച്ച്. ഇവർ തന്നെ കസിൻസാണ്, ആംഗ്ലിക്കന്മാർ കുറേ പേരുണ്ടായിരുന്നു. അവരുൾപ്പെടുന്ന വേറൊരു ആംഗ്ലിക്കൻ ചർച്ചാണ് ഇതുള്ളത്. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്നു. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോയി തന്നെ ചെയ്യും. അവിടുത്തെ അച്ഛൻ നമ്മളെ സഹായിക്കാനൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ പിറ്റ്സ്ബർത്ത് സെൻറ്റ് സ്റ്റീഫൻ കാത്തലിക് ചർച്ച്. കാരണം ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ടൂംബായി 1/2 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ. 1.5 മണിക്കൂർ ബ്രിസ്ബനിലേക്കുണ്ട്. പിന്നെ അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു ഇടവയാണ്. എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. ഞാൻ 1995 ഓസ്ട്രേലിയയിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ബ്രിസ്ബനും അതുപോലെ ടൂംബ ഡയസിസിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടൂംബയിലുള്ള ഈ പരിസരത്തുള്ള സിറോ മലബാർ ഇടവകളെല്ലാം ഞാൻ ആദ്യം തുടങ്ങി. എന്നെ ദൈവം ഒരു ഉപകരണമാക്കി. അങ്ങനെ വളരെ സന്തോഷത്തോടെ പോയിട്ട് എൻ്റെ മിനിസ്ട്രി തുടരുന്നു. താങ്ക് യു. ഏകദേശം ഞായറാഴ്ചകളിൽ 730 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അച്ഛൻ ശുശ്രൂഷകൾ ചെയ്യുന്നത്. 730 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ പള്ളികളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ചു വരുന്ന വലിയൊരു മിഷണറിയായ വൈദികനാണ് തോമസ് അച്ഛൻ. അപ്പോൾ ഈ മറ്റു ഇടവകകളിലെ മലയാളികൾ ഉൾപ്പെടെ ഓസ്ട്രേലിയയിൽ വസിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വിശ്വാസത്തെക്കുറിച്ച് തോമസ് അച്ഛൻ നമ്മളോടൊന്ന് സംസാരിക്കും. വിശ്വാസത്തെപ്പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പറയുമ്പോൾ, എനിക്ക് ഇവിടെ വൈറ്റ് പോപ്പുലേഷനാണ് എൻ്റെ പാരിഷിലുള്ളത്. അവർ വളരെ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. ആളുകൾ പലപ്പോഴും പറയും വെള്ളക്കാർ പള്ളിയിൽ പോകുന്നില്ല, അവരെങ്ങനെയാണ്. പക്ഷേ അവരുടെ വിശ്വാസ ജീവിതം നമ്മൾ പ്രത്യേകമായിട്ട് കാണുമ്പോൾ, എനിക്ക് മലയാളികളെ ഞാൻ കമ്പയർ ചെയ്യുന്നവരും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഏറ്റവും മലയാളികളിൽ അഭിമാനിക്കുന്നവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ദൈവവിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛാ പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അവരുടെ സജീവ വിശ്വാസമാണ് എന്നെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത്. കാരണം മറ്റേത് നമുക്ക് ട്രഡീഷണലായിട്ട് കിട്ടിയ വിശ്വാസമാണ്, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി അവെയറല്ല. ഇവിടെ പള്ളിയിൽ പോകുന്നവർ ആത്മാർത്ഥമായിട്ട് കൃത്യം 9:30 കുർബാനയാണെന്ന് പറഞ്ഞാൽ 9:30 തന്നെ വരും. ആരും താമസിച്ച് വരികയില്ല. വളരെ നന്നായിട്ട് അവർ സജീവമായിട്ട് പങ്കെടുക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഏത് പലരുടെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ സഹകരിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വാസ ജീവിതത്തെപ്പറ്റി എനിക്ക് പറയാൻ വളരെ ആത്മാർത്ഥം എനിക്ക് പറയാൻ പറ്റും. സജീവ വിശ്വാസികളായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പോൾ അവർ എന്നോട് പറയും ഭക്ഷണത്തിന് ശേഷം അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്.
തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരുമുണ്ട്. ഇതാണ് ഓസ്ട്രേലിയയിലെ വിശ്വാസിക സമൂഹത്തിൻ്റെ ഒരു വലിയ വിശ്വാസ തീഷ്ണത. അച്ഛനായിരിക്കുന്ന ഇടവകയിൽ അച്ഛൻ്റെ വലിയൊരു മിഷൻ പ്രവർത്തനമുണ്ട് ഇവിടെ. കാരണം ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് തോമസ് അച്ഛൻ. അത്രമാത്രം ഈ ഇടവകകളെ ഏറ്റവും മനോഹരമായി ഒറ്റ കെട്ടുറപ്പോടെ കൊണ്ടുപോകുന്ന ഈ വിശ്വാസികളെല്ലാം ദേവാലയത്തിൽ കൊണ്ടുവരുന്ന വലിയൊരു മിഷണറിയാണ് തോമസ് അച്ഛൻ. നാട്ടിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. തോമസ് അച്ഛൻ്റെ ഇടവകയും നാട്ടിലെ കാര്യങ്ങളും എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് തോമസ് അച്ഛൻ തന്നെ നമ്മോട് പറയും. കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം ഫൊറോനയിൽപ്പെട്ട താഴത്തുവടകര ലൂർദ് മാതാപ്പള്ളി ഇടവകയാണ് എൻ്റെ ഇടവക. ഞങ്ങൾ കാർഷിക മേഖലയാണ്. മണിമലയാറിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് മണിമലയാറിൻ്റെ ആ മനോഹാരിതയും അതിൻ്റെ വർണ്ണഭംഗിയും എല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് എൻ്റെ പരിസരങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ആ വിശ്വാസം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ വൈദികനായതും അവിടുത്തെ എൻ്റെ നല്ല വിചാരിച്ചമ്മയുടെ നല്ല മാതൃകയും അവരുടെ ഊഷ്മളമായ സ്നേഹവും എല്ലാം കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഒരു വൈദികനായി തീർന്നത്. MCBS സഭയിൽ ചേരുകയും ഞാൻ 7 വർഷത്തെ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് ദൈവങ്ങളിലെ പ്രൊമോട്ടകനായി കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത ശേഷം പല ഹൗസുകളിൽ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഈ ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഞാനിവിടെ എത്തി, ഇപ്പോഴും ജീവിക്കുന്നു ഇവിടെ. താങ്ക് യു തോമസ് അച്ഛ. ഏകദേശം 31 വർഷക്കാലം ഒരു മേഖലയിൽ തന്നെ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യാന്നുള്ളത് ഒരു മലയാളി വൈദികനും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അത്രമാത്രം വലിയൊരു മിഷണറി ചൈതന്യത്തോടു കൂടി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് അരീക്കുഴി അച്ഛന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നെല്ലാ ആശംസകളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജോണിച്ച. സർപ്രൈസ്.